നമസ്കാരം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,724 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. അവിടെ രണ്ടാം സ്ഥാനത്ത് 38,000 വോട്ട് കിട്ടി BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. മൂന്നാം സ്ഥാനത്ത് 36,000 വോട്ട്, അല്ല അപ്പുറത്തേക്ക് ഒരു വോട്ടും പിടിക്കാൻ പറ്റിയില്ല. 36,000 വോട്ടോട് കൂടിയിട്ട് സരിനാണ്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സരിന് ഒരു വോട്ട് പോലും അധികമായി പിടിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ 36,000 വോട്ടെന്ന് ഒരു വോട്ട് പോലും കൂടെ അധികം പിടിക്കാൻ പറ്റിയില്ല. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,724 വോട്ടിൻ്റെ സകല റെക്കോർഡും ഭേദിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഭാവി തകർക്കുന്ന ഒരു വിധിയാണിത്. അദ്ദേഹം മിനിഞ്ഞാന്ന് വരെ പറഞ്ഞിരിക്കുന്നത് ഈ വോട്ടെടുപ്പ് നടന്ന 20-ാം തീയതി വൈകുന്നേരം അന്ന് പോസ്റ്റ് ഇട്ടത് ഇന്ന് 11-12 മണിക്ക് കാണാം. അന്ന് UDF ഇവിടെ തകർന്ന് തരിപ്പണമാകും. BJP തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച ശേഷം ഇവിടെ പാലക്കാടും എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ വീമ്പളയ്ക്കുക. BJP കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇതെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും പുതിയ വിശേഷമായി ചേലക്കരയിൽ കഴിഞ്ഞ തവണ 39,000 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷം ജയിച്ച 2021 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച CPM സ്ഥാനാർത്ഥി ഇപ്പോൾ UR പ്രതി 12,212 വോട്ടിനാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് ശരി കഴിഞ്ഞ തവണത്തേക്കാൾ 11,000 വോട്ട് കൂടി എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി വന്നിട്ടുണ്ട്. എന്തായാലും അവിടെ പാലക്കാട് വൻ പരാജയം BJP വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ ചേലക്കരയിലെ CPMൻ്റെ വിജയം മിന്നുന്ന വിജയമായി കാണാൻ പറ്റില്ല. കാരണം 39,000 വോട്ടിൽ നിന്ന് 27,000 വോട്ടാണ് ചോർന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ വയനാടാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ വിവരപ്രകാരം 3,60,000 വോട്ടിന് മേലെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഇനി ആവറേജ് ഒരു 2 ലക്ഷം വോട്ടും കൂടെ 1.5 ലക്ഷം വോട്ടും കൂടെ എണ്ണാനുള്ളൂ. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തിന് മേലെ വോട്ടുകൾക്ക് വിജയിക്കാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും പുതിയ വിശേഷം ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന വിവരപ്രകാരം ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 50 സീറ്റോടുകൂടി ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു. അവിടെ NDA 29, BJP മുന്നണിക്ക് 29 സീറ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതേസമയത്ത് മഹാരാഷ്ട്രയിൽ വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. 224 സീറ്റ് നേടിക്കൊണ്ട് അവിടെ BJP മുന്നണി അധികാരത്തിൽ വരുന്നു. അതായത് NCP അജിത് പവാർ പക്ഷവും അതേപോലെ ശിവസേന ഷിൻഡെ പക്ഷവും അതിലെ BJPയും ചേർന്നുള്ള മുന്നണിക്ക് വൻ നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ വലിയ നേട്ടങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതോടൊപ്പം 3,57,550 വോട്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ ഇപ്പോൾ ഭൂരിപക്ഷം നിലനിൽക്കുന്നത്. എന്തായാലും 18,669 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചിരിക്കുന്നത്. 12,122 വോട്ടിനാണ് UR പ്രദീപ് ചേലക്കരയിൽ വിജയിച്ചിരിക്കുന്നത്. 3,57,580 വോട്ട് ഭൂരിപക്ഷമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ വിവരം. എന്തായാലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ ഏറ്റവും ശക്തമായ കേന്ദ്രം അടിച്ച് തകർത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം. അതായത് BJPയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നതിൽ സന്ദീപ് വാര്യർക്ക് ആഹ്ലാദിക്കാം. സന്ദീപ് വാര്യരാണ് ഏറ്റവും ശക്തമായ രൂപത്തിൽ BJPയിൽ നിന്ന് അവസാനം തിരിച്ചു വന്നത്. അതിൻ്റെ പേരിൽ ധാരാളം വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവിടെ BJPയും RSSും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഇനി അവിടെ വോട്ട് മറയും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ പൊളിച്ച് കൈ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഈ വിജയം തീർച്ചയായും കൃഷ്ണകുമാറിനല്ല ഏറ്റവും അധികം തിരിച്ചു കിട്ടുന്നത് അടി കിട്ടുന്നത് അവിടെ കെ സുരേന്ദ്രന് ഇനി BJP പ്രസിഡന്റായി തുടരാൻ യാതൊരു യോഗ്യതയുമില്ല
എന്നുള്ളതാണ് സത്യം. ഇന്നത്തോട് കൂടിയിട്ട് ഇവിടെ വി ഡി സതീശൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ സരീൻ എവിടെ പോയി എന്നുള്ളതും കൂടി ചോദിക്കാനുണ്ട്. സരീന് അഡീഷണൽ ആയിട്ട് ഒരു വോട്ട് പോലും അധികമായി പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. 70,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ സരീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. 3-ാം സ്ഥാനത്ത് തന്നെ CPM നിലനിൽക്കുന്നു. BJPയുടെ വോട്ടാണ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. 38,000 വോട്ടിലേക്ക് ചുരുങ്ങിയപ്പോൾ CPMൻ്റെ വോട്ട് UDFൻ്റെ വോട്ട് 54,000-ഓളം എന്ന് പറയുന്നത് വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു പരാജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ണാടിയിലും അതേപോലെ മാത്തൂരിലും പെരിയാരിയിലും മുനിസിപ്പാലിറ്റിയിലും ഒരേപോലെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് UDF തരംഗമാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. BJPയെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള വിജയം തീർച്ചയായും കേരള ചരിത്രത്തിൽ തീർച്ചയായും വി ഡി സതീശനുള്ള ഒരു ഏറ്റവും വി ഡി സതീശനുള്ള അംഗീകാരമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇലക്ഷൻ പ്രചരണമാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ പരാജയം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ 39,000 വോട്ട് ഭൂരിപക്ഷമുള്ള ചേലക്കരയിൽ 12,000 വോട്ടാക്കി മറയ്ക്കാൻ പറ്റി. അതേസമയത്ത് 3,900 വോട്ടിന് ജയിച്ച ഷാഫി പറമ്പലിൻ്റെ ഭൂരിപക്ഷം 4 ഇരട്ടി കൂട്ടാൻ പറ്റി. അതായത് 18,000-ൽ മേലെ വോട്ട് ഭൂരിപക്ഷം കൂട്ടാൻ പറ്റി എന്നുള്ളത് വലിയ ചരിത്രമായി മാറുകയാണ്. മാത്രമല്ല വോട്ടിംഗ് നില കുറഞ്ഞിട്ടും പോളിംഗ് കുറഞ്ഞിട്ടും വയനാട്ടിൽ 4 ലക്ഷത്തോളം വോട്ടിന് വിജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.